എല്ലാവർക്കും നമസ്കാരം. RCM ബിസിനസിനെക്കുറിച്ചും പ്രൊഡക്റ്റുകളെക്കുറിച്ചും അറിയാൻ RCM ബിസിനസ് കേരള എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് rcmbusinesskerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. RCM. പ്രമേഹം സമീപകാലത്ത് മിക്ക ആളുകളെയും ഭീഷണിപ്പെടുത്തുന്ന ഏറ്റവും സാധാരണമായ ജീവിതശൈലി ആരോഗ്യ അവസ്ഥകളിൽ ഒന്നാണ്. ഇത് രക്തത്തിൽ അമിതമായ പഞ്ചസാരയ്ക്ക് കാരണമാകുമെന്നും ഇൻസുലിൻ ഉത്പാദനം അപര്യാപ്തമാണെന്നും അല്ലെങ്കിൽ ശരീരകോശങ്ങൾ ഇൻസുലിനോട് ശരിയായി പ്രതികരിക്കുന്നില്ലെന്നും പറയപ്പെടുന്നു. ഇത് ഭേദമാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. പക്ഷേ ആരോഗ്യകരമായ ഭക്ഷണക്രമം, വ്യായാമങ്ങൾ, ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടൽ, ഫിറ്റും സജീവവുമായ ജീവിതശൈലി എന്നിവയിലൂടെ ഇത് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും. പ്രമേഹത്തെ മാറ്റാൻ സാധിക്കുമോ? ഇത് സത്യമാണോ? അതെ, പ്രമേഹത്തെ നിയന്ത്രിച്ച് മരുന്നുകളോ ഇൻസുലിനോ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. എന്താണ് അത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസ്, രക്തത്തിലെ പഞ്ചസാര എന്നും അറിയപ്പെടുന്നു. അത് വളരെ ഉയർന്നതായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് പ്രമേഹം. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രധാന ഊർജ്ജ സ്രോതസ്സാണ് ഗ്ലൂക്കോസ്. നിങ്ങളുടെ ശരീരത്തിന് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഗ്ലൂക്കോസ് വരുന്നു. പാൻക്രിയാസ് നിർമ്മിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇത് ഊർജ്ജത്തിനായി ഗ്ലൂക്കോസിനെ നിങ്ങളുടെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. പാൻക്രിയാസിൽ ഉള്ള ബീറ്റ സെല്ലുകൾക്ക് ഡാമേജ് ആണെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയില്ല. അതുമൂലം ഗ്ലൂക്കോസ് ലഭിക്കുന്നില്ല. ഇതുമൂലം പ്രമേഹം കൂടുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ന്യൂട്രിചാർജ് ഗ്ലൈസെം ടാബ്. ന്യൂട്രിചാർജ് ഗ്ലൈസെം ടാബിൽ 12 ഔഷധികൾ ഉണ്ട്. ഇത് പ്രമേഹ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ആരോഗ്യ സപ്ലിമെന്റ് ആണ്. ഇത് പ്രകൃതിയിലുള്ള ഔഷധികളുടെ ഒരു ആയുർവേദ കൂട്ടാണ്. പച്ചമാങ്ങ, ചക്കരക്കൊല്ലി, നെല്ലിക്ക, ഇരട്ടിമധുരം, ചിറ്റമുത്, തിപ്പലി, കുരുമുളക്, ഇഞ്ചി, കൂവളം, പാവയ്ക്ക, വേങ്ങ, ഞാവൽ ഇതാണ് പ്രമേഹത്തിനെ തടയുന്ന ആ 12 ഔഷധികൾ. ഇതിന്റെ ഓരോന്നിന്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പച്ചമാങ്ങ ഉണക്കിപ്പൊടിച്ചത്. പച്ചമാങ്ങ കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അധികം ഉയരില്ല. പച്ചമാങ്ങയുടെ ഗ്ലൈസെമിക് സൂചിക കുറവായതിനാലാണ് ഇത് സംഭവിക്കുന്നത്. ഉയർന്ന ഗ്ലൈസെമിക് സൂചികയുള്ള ഭക്ഷണങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ വർദ്ധിപ്പിക്കും. അതേസമയം കുറഞ്ഞ ഗ്ലൈസെമിക് സൂചികയുള്ള ഭക്ഷണങ്ങൾ ക്രമേണ വർദ്ധിപ്പിക്കും. മാങ്ങയിൽ വിവിധതരം അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഉൾപ്പെടെ ഏത് ഭക്ഷണക്രമത്തിലും ഉൾപ്പെടുത്താവുന്ന ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണമാക്കി മാറ്റുന്നു. മാങ്ങ ഉണക്കി പൊടിച്ചതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ധാരാളം നാരുകളും ഫൈബറും അടങ്ങിയിരിക്കുന്നു. മാങ്ങ ഉണക്കി പൊടിച്ചത് പ്രമേഹത്തിൽ നിന്നും ആശ്വാസം ലഭിക്കും. ഇതിന് കാരണം മാങ്ങ ഉണക്കിപ്പൊടിച്ചതിൽ ഉള്ള മാംഗിഫെറിൻ എന്ന മൂലകമാണ്. മാങ്ങയിൽ നാരുകളും വിവിധ ആന്റിഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇവ രണ്ടും രക്തത്തിലെ പഞ്ചസാരയുടെ മൊത്തത്തിലുള്ള ആഘാതം കുറയ്ക്കുന്നതിൽ പങ്കുവഹിക്കുന്നു. നാരുകൾ നിങ്ങളുടെ ശരീരം രക്തത്തിലേക്ക് പഞ്ചസാര ആഗിരണം ചെയ്യുന്നതിന്റെ നിരക്ക് മന്ദഗതിയിലാക്കുമ്പോൾ അതിലെ ആന്റിഓക്സിഡന്റ് ഉള്ളടക്കം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്നതുമായി ബന്ധപ്പെട്ട ഏതൊരു സമ്മർദ്ദ പ്രതികരണത്തെയും കുറയ്ക്കാൻ സഹായിക്കുന്നു. ചക്കരക്കൊല്ലി. ഇന്ത്യയിൽ നിന്നുള്ള ജിംനേമ സിൽവെസ്ട്രെ സസ്യത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ജിംനമിക് ആസിഡുകൾ പ്രമേഹ വിരുദ്ധ ഗുണങ്ങൾ പ്രകടിപ്പിക്കുകയും പ്ലാസ്മ ഗ്ലൂക്കോസ് കുറയ്ക്കുകയും ഇൻസുലിൻ സ്രവണം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലാക്കുകയും ചെയ്യുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചക്കരക്കൊല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ജിംനമിക് ആസിഡ് ചെറുകുടലിൽ അധിക ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യുന്നത് തടയുകയും അതുവഴി നിങ്ങളുടെ രക്തപ്രവാഹത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സന്തുലിതമാക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ടൈപ്പ് 2 പ്രമേഹമുള്ള ഒരു ചെറിയ കൂട്ടം രോഗികളിൽ നടത്തിയ ഒരു പഠനത്തിൽ ചക്കരക്കൊല്ലിക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ സ്രവണം ഉത്തേജിപ്പിക്കാനും കഴിയുമെന്ന് കാണിച്ചു. മാത്രമല്ല, ഇൻസുലിൻ ഉൽപാദനത്തിന് ഉത്തരവാദികളായ കോശങ്ങളായ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവും ഇത് കാണിച്ചു. കൂടാതെ ടൈപ്പ് 2 പ്രമേഹത്തിൽ അവയുടെ പ്രവർത്തനം സാധാരണയായി തകരാറിലാകുന്നു. മൊത്തത്തിൽ ചക്കരക്കൊല്ലിയുടെ രക്തത്തിലെ പഞ്ചസാരയെയും ഇൻസുലിൻ നിയന്ത്രണ ഫലങ്ങളെയും പിന്തുണയ്ക്കുന്ന നിരവധി പഠനങ്ങളുണ്ട്. കൂടാതെ അടുത്തിടെ നടത്തിയ ഒരു റാൻഡമൈസ്ഡ് ഡബിൾ ബ്ലൈൻഡ് ക്ലിനിക്കൽ പഠനവും ശരീരഭാരത്തിലും BMIയിലും LDL മൂല്യങ്ങളിലും സ്ഥിതിവിവരക്കണക്കനുസരിച്ച് ഗണ്യമായ കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചസാരയുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ അഭിസംബോധന ചെയ്യാൻ ചക്കരക്കൊല്ലി ഒരു മികച്ച ഓപ്ഷനായിരിക്കും.
നെല്ലിക്ക. രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിന് സഹായിക്കുന്ന നിരവധി ഗുണങ്ങൾ നെല്ലിക്കയിലുണ്ട്. ഒന്നാമതായി, അവയിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലേക്ക് പഞ്ചസാര ആഗിരണം ചെയ്യുന്നത് മന്ദഗതിയിലാക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് തടയുകയും ചെയ്യുന്നു. കൂടാതെ ടെസ്റ്റ് ട്യൂബ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് നെല്ലിക്ക സത്ത് ഒരു ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റർ ആണെന്നാണ്. മിക്ക ആരോഗ്യ വിദഗ്ധരും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇന്ത്യൻ നെല്ലിക്ക കഴിക്കാൻ നിർദ്ദേശിക്കുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഗുണങ്ങൾക്ക് പേരുകേട്ടതും പ്രമേഹത്തിന് നല്ലൊരു പരിഹാരവുമാണിതെന്ന് അറിയപ്പെടുന്നു. നെല്ലിക്ക ഒരു അത്ഭുതകരമായ പ്രമേഹ വിരുദ്ധ വീട്ടുവൈദ്യമാണെന്നും നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നിങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രമേഹരോഗികൾക്ക് നെല്ലിക്ക മികച്ചതാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് മെഡിക്കൽ സെന്റർ അനുസരിച്ച് പാൻക്രിയാറ്റിസ് തടയുന്നതിനുള്ള ഫലപ്രദമായ പരമ്പരാഗത പ്രതിവിധിയാണ് നെല്ലിക്ക. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് പാൻക്രിയാസിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രധാനമാണ്. എന്നിരുന്നാലും പാൻക്രിയാസ് വീക്കം വരുമ്പോൾ ഇത് പാൻക്രിയാറ്റിസിന് കാരണമാകുന്നു. ഇത് ഇൻസുലിൻ സ്രവിക്കുന്ന കോശങ്ങളെ പരിക്കേൽപ്പിക്കുകയും ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുകയും ചെയ്യും. അതിനാൽ പാൻക്രിയാറ്റിസ് നിയന്ത്രിക്കാനും ഒടുവിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഫലപ്രദമായി നിയന്ത്രിക്കാനും നെല്ലിക്ക അറിയപ്പെടുന്നു. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്ന ഒരു ധാതുവായ ക്രോമിയം നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തെ ഇൻസുലിനോട് കൂടുതൽ പ്രതികരിക്കാൻ സഹായിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതൽ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ശക്തമായ ആന്റിഓക്സിഡന്റായ വിറ്റാമിൻ സിയുടെ സാന്നിധ്യമാണ് നെല്ലിക്കയുടെ ഗുണങ്ങൾക്ക് കാരണം. ആർക്കൈവ്സ് ഓഫ് ഇന്റേണൽ മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ വിറ്റാമിൻ സിയുടെ അളവും പ്രമേഹവും തമ്മിൽ കാര്യമായ ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദമാണ് പ്രമേഹം, അനുബന്ധ രോഗങ്ങൾ തുടങ്ങിയ അവസ്ഥകളുടെ അടിസ്ഥാന കാരണമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. നെല്ലിക്കയിലെ ആന്റിഓക്സിഡന്റുകൾ ഓക്സിഡേഷന്റെ ദോഷകരമായ ഫലങ്ങൾ മാറ്റുകയും പ്രമേഹത്തെ നേരിടാൻ നിങ്ങളെ കൂടുതൽ സഹായിക്കുകയും ചെയ്യുന്നു. ഇരട്ടിമധുരം. ഇരട്ടിമധുരത്തിന് ഹൈപ്പോഗ്ലൈസമിക് ഗുണങ്ങളുണ്ട്. കൂടാതെ അതിന്റെ ഉപഭോഗം രക്തത്തിലെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാര കുറയ്ക്കാൻ സഹായിക്കുന്നു. പ്രമേഹ വിരുദ്ധ പ്രവർത്തനം തെളിയിക്കാൻ ആൽഫമൈലേസ് രീതി ഉപയോഗിക്കുന്നു. പ്രമേഹം പോലുള്ള പല രോഗങ്ങൾക്കും ഒരു ബദൽ സമീപനമായേക്കാവുന്ന ഗ്ലൈസറൈസ് ഗ്ലാബ്രയുടെ, അതായത് ഇരട്ടിമധുരത്തിന്റെ സാധ്യതയുള്ള ഉപയോഗത്തെയാണ് ഇപ്പോഴത്തെ പഠനം ലക്ഷ്യമിടുന്നത്. ഇത് ലൈക്കോറൈസ് മിഠായിയുടെ അസംസ്കൃത വസ്തു നൽകുന്നു. ആമാശയത്തെ ശാന്തമാക്കുന്നു. ശ്വാസനാളത്തിലെ രോഗങ്ങളെ ലഘൂകരിക്കുന്നു. 2012 ഔഷധസസ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഇരട്ടിമധുര വേര് പുരാതന കാലം മുതൽ പരമ്പരാഗത രോഗശാന്തിയിൽ വിലമതിക്കപ്പെടുന്നു. ബെർലിനിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മോളിക്യുലാർ ജെനറ്റിക്സിലെ ഗവേഷകർ ഇപ്പോൾ ഇരട്ടിമധുര റൂട്ടിൽ പ്രമേഹ വിരുദ്ധ ഫലമുള്ള പദാർത്ഥങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. ഈ അമോർഫ്രൂട്ടിനുകൾ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുക മാത്രമല്ല വീക്കം തടയുകയും ചെയ്യുന്നു. അതിനാൽ സങ്കീർണമായ ഉപാപചയ വൈകല്യങ്ങളുടെ ചികിത്സയിൽ ഉപയോഗിക്കാൻ അവ അനുയോജ്യമായേക്കാം. ഷുഗർ രോഗികളുടെ നാവ് വരണ്ടുപോകുന്ന അവസ്ഥ ഇല്ലാതാക്കുന്നു. ആയുർവേദത്തിലെ പ്രധാന ഔഷധസസ്യമാണ് ഇരട്ടിമധുരം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുകയും പ്രമേഹ ചികിത്സയിൽ ഉപയോഗപ്രദമാവുകയും ചെയ്യും. ഇരട്ടിമധുരം ശരീരത്തിൽ നിന്ന് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ശരീരത്തിലെ പിത്തരസം ആസിഡിന്റെ ഒഴുക്കിനെ സഹായിക്കുകയും ചെയ്യും. ചിറ്റമൃത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹൈപ്പോഗ്ലൈസമിക് ഗുണങ്ങൾ ഗിലോയ്ക്ക് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗിലോയിലെ സജീവ സംയുക്തങ്ങൾ ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കോശങ്ങളുടെ മികച്ച ഗ്ലൂക്കോസ് ഉപയോഗത്തിന് സഹായിക്കുന്നതിനും കാരണമാകും. പ്രമേഹത്തിലെ ഒരു പ്രധാന ഘടകമായ ഇൻസുലിൻ പ്രതിരോധവുമായി വിട്ടുമാറാത്ത വീക്കം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റിആർത്രൈറ്റിക് ഗുണങ്ങളുണ്ട്. ഇന്ത്യ, മ്യാൻമർ, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഉപയോഗപ്രദമാണെന്ന് പറയപ്പെടുന്നതുമായ ഒരു സസ്യമാണ് ഗിലോയ്. പുരാതന ഇന്ത്യൻ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഈ സസ്യത്തെ മധുനാശിനി എന്ന് പരാമർശിച്ചിട്ടുണ്ടെന്ന് അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ അതിന്റെ അർത്ഥം പഞ്ചസാര നശിപ്പിക്കുന്നവൾ എന്നാണ്. ഗിലോയ് ഒരു മാന്ത്രിക സസ്യമാണെന്ന് പറയപ്പെടുന്നു. ഇത് പ്രമേഹം ഉൾപ്പെടെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ആർത്രൈറ്റിക്, ആന്റി അലർജി, ആന്റി മലേറിയ, ആന്റി പ്രമേഹ ഗുണങ്ങളുണ്ട്. ഇൻസുലിൻ ഉൽപാദനത്തിന് ഗിലോയ് സഹായിക്കുന്നു. ഇത് അധിക ഗ്ലൂക്കോസിനെ കത്തിച്ചേക്കാം. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കൂടുതൽ സഹായിക്കുന്നു. പ്രമേഹത്തെ നന്നായി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഹൈപ്പോഗ്ലൈസമിക് ഏജന്റായും ഗിലോയ് പ്രവർത്തിക്കുന്നു.
രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും ഈ ഏജന്റ് സഹായിച്ചേക്കാം. ഒരു പഠനമനുസരിച്ച് കിലോയ്ക്ക് പ്രമേഹ വിരുദ്ധ പ്രവർത്തനം ഗണ്യമായി ഉണ്ടെന്നും ഇൻസുലിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 40% മുതൽ 80% വരെ ഫലപ്രാപ്തിയുണ്ടെന്നും കണ്ടെത്തി. ദഹനം മെച്ചപ്പെടുത്താൻ ഗിലോയ് സഹായിക്കുന്നു. ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമായ ഒരു ഘടകമാണ്. തിപ്പലി. ഇന്ത്യൻ നീണ്ട കുരുമുളക് അല്ലെങ്കിൽ പിപ്പലി എന്നും അറിയപ്പെടുന്ന തിപ്പലി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിലൂടെയും ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ആന്റിയോക്സിഡന്റ് ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നതിലൂടെയും പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിച്ചേക്കാം. ഉയർന്ന രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ പിപ്പലി സത്ത് സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എലികളിൽ നടത്തിയ ഒരു പഠനം കാണിക്കുന്നത് പിപ്പലി സത്ത് കഴിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നു എന്നാണ്. ഹൈപ്പർഗ്ലൈസീമിയയും പ്രമേഹത്തിന്റെ സങ്കീർണതകൾ നിയന്ത്രിക്കാൻ ഇത് സഹായിച്ചേക്കാം. ചില സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നത് പിപ്പലിക്ക് ഇൻസുലിൻ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ്. ദഹനക്കേട്, ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങളെ സഹായിക്കുന്ന ദഹനഗുണങ്ങൾക്ക് പിപ്പലി പേരുകേട്ടതാണ്. ചുമ, ജലദോഷം, മൂക്കടപ്പ് തുടങ്ങിയ ശ്വസന പ്രശ്നങ്ങൾക്കും ഇത് സഹായകരമാണ്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന് ആന്റിയോക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട്. അതിന്റെ തെർമോജനിക് ഗുണങ്ങൾ കാരണം ഇത് ശരീരഭാരം കുറയ്ക്കാനും സഹായിച്ചേക്കാം. ഉയർന്ന രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ പിപ്പലി വളരെ ഗുണപ്രദമാണെന്ന് അറിയപ്പെടുന്നു. എലികളിൽ നടത്തിയ ഒരു പഠനമനുസരിച്ച് പ്രമേഹമുള്ള എലികളിൽ പിപ്പലി സത്ത് കഴിക്കുന്നത് അവയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നതായി കണ്ടെത്തി. കുരുമുളക്. മോഡൽ ഗ്രൂപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൈപ്പറിൻ ഇടപെടൽ ഭക്ഷണത്തിനു മുമ്പുള്ള രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഗണ്യമായി കുറയ്ക്കുകയും ഹോമിയോസ്റ്റാസിസ് മോഡൽ വിലയിരുത്തൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. പൈപ്പറിൻ പാൻക്രിയാറ്റിക് സൂപ്പർ ഓക്സൈഡ് ഡിസ്മുട്ടേസ് വർദ്ധിപ്പിക്കുകയും മാലോണ്ടിയാൾഡിഹൈഡ് കുറയ്ക്കുകയും ചെയ്തു. കുരുമുളക് രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം മെച്ചപ്പെടുത്തും. പൈപ്പറിൻ രക്തത്തിലെ പഞ്ചസാരയുടെ മെറ്റബോളിസം മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ കറുത്ത കുരുമുളക് സഹായിക്കും. ഈ സാധാരണ സുഗന്ധവ്യഞ്ജനത്തിൽ പൈപ്പറിൻ എന്നൊന്ന് അടങ്ങിയിട്ടുണ്ട്. ഇത് കുരുമുളകിന് ശക്തമായ രുചിയും മണവും നൽകുന്നു. പൈപ്പറിൻ പ്രമേഹത്തെ എങ്ങനെ സഹായിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈപ്പറിൻ രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ഒന്നാമതായി, ഇത് നിങ്ങളുടെ ശരീരത്തെ ഇൻസുലിൻ ഉപയോഗിക്കുന്നതിൽ മികച്ചതാക്കും. രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ നിങ്ങളുടെ ശരീരം നിർമ്മിക്കുന്ന ഒരു രാസവസ്തുവാണ് ഇൻസുലിൻ. നിങ്ങളുടെ ശരീരം ഇൻസുലിൻ നന്നായി ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ രക്തത്തിൽ നിന്ന് പഞ്ചസാരയെ കൂടുതൽ എളുപ്പത്തിൽ നീക്കം ചെയ്യും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ശരീരം എത്ര വേഗത്തിൽ തകർക്കുന്നു എന്നതിനെ പൈപ്പറിൻ മന്ദഗതിയിലാക്കിയേക്കാം. ഭക്ഷണം കൂടുതൽ സാവധാനത്തിൽ തകരുമ്പോൾ ഭക്ഷണത്തിനു ശേഷം നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര അത്ര വേഗത്തിൽ ഉയരുന്നില്ല. ഇത് ദിവസം മുഴുവൻ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കും. കുരുമുളക് നിങ്ങളുടെ പാൻക്രിയാസിനെയും സഹായിച്ചേക്കാം. പാൻക്രിയാസ് നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ഒരു അവയവമാണ്. ചില പഠനങ്ങൾ പൈപ്പർ നിങ്ങളുടെ പാൻക്രിയാസിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും പുതിയവ നിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് കണ്ടെത്തി. ഇത് നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ സഹായിച്ചേക്കാം. വീക്കം എന്ന ഒന്നിനെതിരെ പോരാടാനും കുരുമുളക് നല്ലതാണ്. പ്രമേഹം വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ വീക്കം ഉണ്ടാകും. ഇത് പലപ്പോഴും പ്രമേഹത്തോടൊപ്പം പോകുന്നു. വീക്കം കുറയ്ക്കുന്നതിലൂടെ കുരുമുളക് പരോക്ഷമായി രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ സഹായിച്ചേക്കാം. നിങ്ങളുടെ ഭക്ഷണത്തിൽ കുരുമുളക് ചേർക്കുന്നത് സാധാരണയായി സുരക്ഷിതമാണ്. അത് നിങ്ങളുടെ പ്രമേഹത്തിന് സഹായിച്ചേക്കാം. നിങ്ങൾക്ക് രുചി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഭക്ഷണത്തിലോ സൂപ്പുകളിലോ സ്മൂത്തികളിലോ പോലും ഇത് ചേർക്കാം. പ്രമേഹം പൂർണ്ണമായും പരിഹരിക്കാനോ നിയന്ത്രിക്കാനോ കഴിയുന്ന ഒരു ഭക്ഷണവുമില്ല. പ്രമേഹം നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആരോഗ്യകരമായ ഭക്ഷണങ്ങളുടെ മിശ്രിതം കഴിക്കുക. സജീവമായി തുടരുക. ഈ വലിയ പദ്ധതിയുടെ ഒരു ചെറിയ ഭാഗമാൻ കുരുമുളക് ഉപയോഗിക്കാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കുരുമുളക് സഹായിച്ചേക്കും. ഇഞ്ചി. ഇഞ്ചി ഇൻസുലിൻ റിലീസിനെ മോഡുലേറ്റ് ചെയ്യുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് നിലനിർത്തുന്നതിൽ നിർണായകമായ ഇൻസുലിൻ റെസ്പോൺസീവ് പെരിഫറൽ ടിഷ്യൂകളിലെ ഗ്ലൂക്കോസ് ക്ലിയറൻസിനെ ഇഞ്ചി പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ ഇൻസുലിൻ റെസ്പോൺസീവ് അഡിപ്പോസൈറ്റുകളിൽ ജിഞ്ചറോൾ ഗ്ലൂക്കോസ് ആഗിരണം വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് ജനിക്കുമ്പോഴും മറ്റുള്ളവർക്ക് കാലക്രമേണ വികസിച്ചേക്കാവുന്ന ഒരു ഉപാപചയ അവസ്ഥയാണ് പ്രമേഹം. ഇത് ആളുകൾ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന രീതിയെയോ പ്രതികരിക്കുന്ന രീതിയെയോ ബാധിക്കുന്നു.
ഇത് നിങ്ങളുടെ ശരീരം പഞ്ചസാര പ്രോസസ് ചെയ്യുന്ന രീതിയെ ബാധിക്കുന്നു. ഉദാഹരണത്തിന്, ഇഞ്ചിയിൽ കാർബോഹൈഡ്രേറ്റുകളും കലോറിയും കുറവാണ്. 1 ടീസ്പൂൺ ഇഞ്ചിയിൽ 1.3 ഗ്രാം കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ. എരിവുള്ള രുചിക്കും വ്യക്തമായ രുചിക്കും പേരുകേട്ട ഇഞ്ചിയിൽ പൊട്ടാസ്യം, ഇരുമ്പ്, നാരുകൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. വർഷങ്ങളായി പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഇൻസുലിൻ പ്രതികരണം നിയന്ത്രിക്കാനും ഇഞ്ചി സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 2014 ഒരു മൃഗപഠനത്തിൽ പ്രമേഹമുള്ള പൊണ്ണത്തടിയുള്ള എലികൾക്ക് കറുവപ്പട്ടയും ഇഞ്ചിയും കലർത്തി നൽകി. ഈ എലികൾക്ക് നിരവധി ഗുണങ്ങൾ അനുഭവപ്പെട്ടു. അവയിൽ ഇവ ഉൾപ്പെടുന്നു: ശരീരഭാരം കുറഞ്ഞു, ശരീരത്തിലെ കൊഴുപ്പ് കുറഞ്ഞു, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു, ഇൻസുലിൻ അളവ് വർദ്ധിച്ചു. 2015 ഒരു പഠനത്തിലെ ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഇഞ്ചിപ്പൊടി സപ്ലിമെന്റുകൾ ഭക്ഷണത്തിനു മുമ്പുള്ള രക്തത്തിലെ പഞ്ചസാര മെച്ചപ്പെടുത്താൻ സഹായിക്കും. 2016 ഒരു പഠനത്തിലെ വിശ്വസനീയ ഉറവിടം പ്രമേഹമുള്ള എലികളിൽ ഗവേഷകർ നടത്തിയതാണ്. ആ പഠനത്തിൽ എലികളിൽ പ്രമേഹം ഇല്ലെന്ന് കണ്ടെത്തി. മൂലമുണ്ടാകുന്ന ഹൃദയപ്രശ്നങ്ങളിൽ നിന്ന് ഇഞ്ചിക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന്. ഇഞ്ചിയുടെ വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ ചില പ്രമേഹ സങ്കീർണതകൾ തടയാനും സഹായിക്കും. കൂവളം. കൂവളത്തിന്റെ സത്ത് അലോക്സാൻ മൂലമുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദം ഫലപ്രദമായി കുറയ്ക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്തു. ഗ്ലൂക്കോസ് ആഗിരണം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെയും കൂവളം അഥവാ ബേൽ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഇവയെല്ലാം അതിന്റെ ഹൈപ്പോഗ്ലൈസമിക് ഫലങ്ങൾ കാരണമാകും. സാധാരണ എലികളിലും പ്രമേഹമുള്ള എലികളിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കൂവളത്തിന്റെ സത്ത് സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസ് ഉപയോഗിക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് വർദ്ധിപ്പിക്കാനും ഇൻസുലിന്റെ ആവശ്യകത കുറയ്ക്കാനും കൂവളത്തിന് കഴിയും. പ്രമേഹത്തിനും അതിന്റെ സങ്കീർണതകൾക്കും കാരണമാകുന്ന ഒരു ഘടകമായ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കാൻ സഹായിക്കുന്ന ആന്റിഓക്സിഡന്റ് പ്രവർത്തനമുള്ള സംയുക്തങ്ങൾ ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്നു. ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് കൂവളത്തിന് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ്. അതായത് ശരീരകോശങ്ങൾക്ക് ഇൻസുലിനോട് പ്രതികരിക്കാനും ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യാനും കഴിയും. കാർബോഹൈഡ്രേറ്റ് ദഹനത്തിൽ ഉൾപ്പെടുന്നതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ വർധനവിന് കാരണമാകുന്നതുമായ അമൈലേസ്, ഗ്ലൂക്കോസിഡേസ് തുടങ്ങിയ എൻസൈമുകളെ കൂവളത്തിന്റെ സത്ത് തടയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നതിന് ഉത്തരവാദിയായ പാൻക്രിയാസിനെ പ്രമേഹം മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കൂവളപ്പഴത്തിന്റെ സത്ത് സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രമേഹം നിയന്ത്രിക്കുന്നതിന് ആയുർവേദ വൈദ്യത്തിൽ കൂവളം ഉപയോഗിച്ചുവരുന്നു. പാവക്ക. മോമോഡിക്ക ചരാൻഡിയ അഥവാ കൈപ്പുള്ള പാവക്ക ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഇൻസുലിൻ സ്രവണം ഉത്തേജിപ്പിക്കുന്നതിലൂടെയും ഗ്ലൂക്കോസ് ആഗിരണം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഗ്ലൂക്കോസ് ആഗിരണം കുറയ്ക്കുന്നതിലൂടെയും ആത്യന്തികമായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിലൂടെയും പ്രമേഹ വിരുദ്ധ ഫലങ്ങൾ നൽകുന്നു. മെറ്റ്ഫോർമിൻ പോലെ തന്നെ ഹൈപ്പോഗ്ലൈസമിക് ഇഫക്റ്റുകൾ പാവക്ക നിലനിർത്തുന്നു. ഇത് ഇൻസുലിൻ സ്രവണം പ്രോത്സാഹിപ്പിക്കുന്നു. അഡിപ്പോസ് അല്ലെങ്കിൽ പേശി ടിഷ്യൂകൾ വഴി ഗ്ലൂക്കോസ് ആഗിരണം മെച്ചപ്പെടുത്തുന്നു. കുടലിൽ നിന്നുള്ള ഗ്ലൂക്കോസ് ആഗിരണവും കരളിൽ നിന്നുള്ള ഗ്ലൂക്കോസ് ഉത്പാദനം തടയുന്നു. ഇൻസുലിന്റെ ഫലങ്ങളെ അനുകരിക്കുന്ന സംയുക്തങ്ങൾ പാവക്കയിൽ അടങ്ങിയിരിക്കുന്നു. ഗ്ലൂക്കോസ് ഉപയോഗിക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് മെച്ചപ്പെടുത്തുന്നു. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ ഇൻസുലിൻ പുറത്തുവിടാൻ പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കാനും രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രണത്തിൽ കൂടുതൽ സഹായിക്കാനും പാവക്കയ്ക്ക് കഴിയുമെന്നാണ്. ഇൻസുലിൻ ഉൽപാദനത്തിന് ഉത്തരവാദികളായ പാൻക്രിയാറ്റിക് ബീറ്റാ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ പാവക്ക സഹായിക്കുന്നു. അസ്ഥികൂട പേശികളിലേക്കും മറ്റു കലകളിലേക്കും ഗ്ലൂക്കോസ് ആഗിരണം വർദ്ധിപ്പിക്കാനും രക്തത്തിൽ രക്തചംക്രമണം നടത്തുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാനും പാവക്കയ്ക്ക് കഴിയും. കുടലിൽ നിന്നുള്ള ഗ്ലൂക്കോസിന്റെ ആഗിരണം തടയാനും ഭക്ഷണത്തിനു ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ ഉയരുന്നത് തടയാനും ഇതിന് കഴിയും. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കൂടുതൽ സഹായിക്കും. പ്രമേഹത്തിന്റെയും അതിന്റെ സങ്കീർണതകളുടെയും വികാസത്തിലെ ഒരു പ്രധാന ഘടകമായ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കാൻ സഹായിക്കുന്ന ആന്റിഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് പാവക്ക. പ്രമേഹമുള്ളവരിൽ ലിപിഡ് പ്രൊഫൈലുകൾ അഥവാ കൊളസ്ട്രോൾ അളവ് മെച്ചപ്പെടുത്താനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കാനും പാവക്കയ്ക്ക് കഴിയുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഗ്ലൂക്കോസിലും ലിപിഡ് മെറ്റബോളിസത്തിലും നിർണായക പങ്കുവഹിക്കുന്ന എൻസൈമായ എംപികെ അഥവാ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസ് സജീവമാക്കാൻ പാവക്കയ്ക്ക് കഴിയും. ഇത് ഗ്ലൂക്കോസ് ആഗിരണം, ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. ഇൻസുലിൻ സിഗ്നലിംഗിനെ പ്രതികൂലമായി നിയന്ത്രിക്കുന്ന ഒരു എൻസൈമായ PTP1Bയെ പാവക്കയ്ക്ക് തടയാനാകും.
ഇത് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. വേങ്ങ ടെറോകാർപ്പസ് മാർസുപിയം അഥവാ വേങ്ങ ബീറ്റാ സെൽ പുനരുജ്ജീവനത്തെ പ്രോത്സാഹിപ്പിച്ചും ഇൻസുലിൻ സ്രവണം വർദ്ധിപ്പിച്ചും ഗ്ലൂക്കോസ് ആഗിരണം മെച്ചപ്പെടുത്തിയും പ്രമേഹ വിരുദ്ധ പ്രവർത്തനം പ്രകടിപ്പിക്കുന്നു. അമൈലേസ്, ഗ്ലൂക്കോസിഡേസ് എൻസൈമുകളെ തടയുക, വീക്കം കുറയ്ക്കുക തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ ഇത് സാധ്യമാണ്. ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നതിന് ഉത്തരവാദികളായ പാൻക്രിയാസിലെ പ്രവർത്തനക്ഷമമായ ബീറ്റാ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ വേങ്ങയ്ക്ക് കഴിയുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ബീറ്റാ കോശങ്ങളിൽ നിന്ന് ഇൻസുലിൻ പുറത്തുവിടുന്നത് വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ഇത് മികച്ച ഗ്ലൂക്കോസ് നിയന്ത്രണത്തിലേക്ക് നയിക്കും. വേങ്ങയിലെ ചില സംയുക്തങ്ങൾ ഇൻസുലിൻ പോലുള്ള പ്രവർത്തനങ്ങൾ പോലും പ്രകടിപ്പിച്ചേക്കാം. ഇത് ഗ്ലൂക്കോസ് ആഗിരണം, ഉപയോഗം എന്നിവയ്ക്ക് കൂടുതൽ സംഭാവന നൽകുന്നു. വേങ്ങ അമൈലേസ്, ഗ്ലൂക്കോസിഡേസ് എൻസൈമുകളുടെ പ്രവർത്തനത്തെ തടയുന്നതായി കാണിച്ചിരിക്കുന്നു. ഈ എൻസൈമുകൾ കാർബോഹൈഡ്രേറ്റുകളെ തകർക്കുന്നു. അവയുടെ തടസ്സം രക്തപ്രവാഹത്തിലേക്ക് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യുന്നതിന്റെ നിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. PPARY മധ്യസ്ഥതയുള്ള ഗ്ലൂക്കോസ് ഗതാഗതം ട്രിഗർ ചെയ്യുന്നത് പോലുള്ള സംവിധാനങ്ങളിലൂടെ കോശങ്ങളിലേക്കുള്ള ഗ്ലൂക്കോസ് ഗതാഗതം മെച്ചപ്പെടുത്താൻ വേങ്ങയ്ക്ക് കഴിയും. പ്രമേഹമുള്ളവരിൽ പലപ്പോഴും ബാധിക്കുന്ന ലിപിഡ് പ്രൊഫൈലുകളും കരൾ പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താനും ഇതിന് കഴിയും. TNF പ്രമേഹ സാഹചര്യങ്ങളിൽ ഉയർത്തുന്ന TNF പോലുള്ള കോശജ്വലന മധ്യസ്ഥരുടെ അളവ് മോഡുലേറ്റ് ചെയ്യുന്നതിലൂടെ വേങ്ങ വീക്കം കുറയ്ക്കാൻ സഹായിക്കും. വേങ്ങയുടെ സത്തിൽ ആന്റിഓക്സിഡന്റും ഹെപ്പറ്റോപ്രൊട്ടക്റ്റീവ് പ്രവർത്തനങ്ങളും പ്രകടമാണ്. ഇത് പ്രമേഹ നിയന്ത്രണത്തിൽ അതിന്റെ ചികിത്സാ സാധ്യതയ്ക്ക് കൂടുതൽ സംഭാവന നൽകും. വേങ്ങയുടെ കാതലായ മരവും പുറംതൊലിയും ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രമേഹ വിരുദ്ധ പ്രതിവിധികളായി ഉപയോഗിച്ചുവരുന്നു. കൂടാതെ ഈ ഫലങ്ങൾ ഇൻ വിട്രോയിലും ഇൻ വിവോ പഠനങ്ങളിലൂടെയും ശാസ്ത്രീയമായി സാധൂകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാവൽ ഗ്ലൈസെമിക് സൂചിക കുറവായതിനാലും പഞ്ചസാരയുടെ പ്രകാശനം മന്ദതിയിലാക്കുന്നതിനും ഇൻസുലിൻ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിനും ജാമുൻ അഥവാ ഞാവൽ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഗ്ലൈസെമിക് സൂചിക കുറവായതിനാൽ ഇത് രക്തപ്രവാഹത്തിലേക്ക് പഞ്ചസാര സാവധാനം പുറത്തുവിടുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ ഉയരുന്നത് തടയുകയും ചെയ്യുന്നു. ഇത് പ്രമേഹം നിയന്ത്രിക്കുന്നതിന് ഗുണം ചെയ്യും. ഞാവലിന്റെ വിത്തുകളിൽ ജാമുൻ, ജാംബോസിൻ എന്നീ സജീവ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലേക്ക് പഞ്ചസാര പുറത്തുവിടുന്നതിന്റെ നിരക്ക് മന്ദതിയിലാക്കുകയും ഇൻസുലിൻ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഞാവലിന് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ്. അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ശരീരത്തിന് ഇൻസുലിൻ നന്നായി ഉപയോഗിക്കാൻ കഴിയും. ഞാവലിൽ ആന്റിഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രമേഹത്തിനും അതിന്റെ സങ്കീർണതകളും ഇല്ലാതാക്കാനും കാരണമാകുന്ന ഒരു ഘടകമാണ്. ആന്റിഹൈപ്പർ കൊളസ്ട്രോളമിക് ഗുണങ്ങൾ ഉള്ളതിനാൽ ബയോആക്റ്റീവ് ഘടകങ്ങളുടെ സാന്നിധ്യം മൂലം രക്തത്തിലെ ലിപിഡ് പ്രൊഫൈൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത്രയും ഗുണങ്ങൾ അടങ്ങിയ ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ് 12 സസ്യഘടകങ്ങളുള്ള ഒരു ചവയ്ക്കാവുന്ന ടാബ്ലറ്റാണ്. ആർക്കൊക്കെ കഴിക്കാം? പ്രമേഹ രോഗികൾക്കും പ്രമേഹരോഗികൾക്ക് മുമ്പുള്ള അവസ്ഥയിലുള്ളവർ, അതായത് 140 മുതൽ 200 mg/dl വരെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമരഹിതമായി ഉള്ളവർക്ക് വരെ കഴിക്കാം. എങ്ങനെ കഴിക്കാം? എല്ലാ ദിവസവും രാവിലെ ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ് ഒരെണ്ണം എടുത്ത് ചവച്ചരച്ച് അതോടൊപ്പം ഒരു ഗ്ലാസ് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡേറ്റ് ഷേക്കും കഴിക്കുക. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണമാകുന്നതുവരെ ഇത് തുടരുക. ഇംഗ്ലീഷ് മരുന്നുകളുടെ യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ നാച്ചുറലായ രീതിയിൽ നമുക്ക് പ്രമേഹത്തെ തടയാം. നന്ദി. മറ്റൊരു വിഷയമായി മറ്റൊരു ദിവസം കാണാം. ശുഭദിനം.